ഇപ്പോൾ രുദ്രവീണ മറ്റേ റാഡൻ മൂവീസിന് രുദ്രവീണ കഴിഞ്ഞു. പിന്നെ രഞ്ജിത്തേട്ടൻ്റെ ആകാശവും ആകാശവും സിനിമയുണ്ടല്ലോ, അതിന് സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഫിലിമല്ല, സീരിയലാണ്. അത് സീരിയലായി. രഞ്ജിത്തേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഡയറക്റ്റ് ചെയ്യുന്നത് എൻ്റെ അതേ പേരുള്ള ആദിത്യൻ എന്ന ഡയറക്ടറാണ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ വേഷം ചെയ്യുന്നത് ചിപ്പി ചേച്ചിയാണ്. ചിപ്പിയുടെ അനിയനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നെ കഥയുടെ പിന്തുടർച്ചയാണ്. അവരാ കുട്ടികൾ വളർന്നു വരുന്നു. ആ 4 പല വഴിക്ക് പോയ കുട്ടികൾ വളർന്നു വരുന്നു. അവർ ഒന്നാകുന്നൊക്കെ അവസ്ഥയാണ് സംഭവം. മാത്രമല്ല വളരെ മനോഹരമായ സ്ക്രിപ്റ്റാണ്. വളരെ മനോഹരമായ ഈ കോമാളി പടങ്ങൾ നിറഞ്ഞു നിന്ന അവസരത്തിൽ ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെയും സിനിമ എടുക്കാം എന്ന് പറഞ്ഞു. ആകാശത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നത്, ഞാൻ പിന്നെ കൂട്ടുകാരോട്ട് പിണങ്ങി ചെന്നിട്ട് മാറി ചെന്നിരുന്നു. തുടങ്ങുമ്പോൾ എന്തോ ചെറിയ വഴക്ക് ഞാൻ നിന്ന് മാറി ചെന്നിരിക്കുക. കഥയുടെ സീരീസിലോട്ട് വന്നപ്പോഴത്തേക്ക് പരിശ്രമം അറിയാതെ കരഞ്ഞുകൊണ്ട് ഞാൻ ഇവരുടെ ഇടയിലേക്ക് വന്നിരുന്നു. അല്ല, അത് ഞാൻ ആ പടം എനിക്ക് തോന്നുന്നു ഞാൻ മൊത്തം കണ്ടിട്ടില്ല. എനിക്ക് വിഷമമാണ്. എനിക്ക് അങ്ങനെയുള്ള സിനിമകൾ മൊത്തം കാണും. എനിക്ക് ശ്വാസം മുട്ടാണ്. അപ്പം നമ്മൾ എനിക്കെന്താ അങ്ങനെയുള്ള സിനിമകൾ വലിയ പാടാണ്. ഭയങ്കര അതിനെ എന്ത് രസമായിട്ടത് കൊണ്ടുപോയി എന്നുള്ളതാണ്. ആ ക്യാരക്ടറിൽ മാധവിയുടെ ക്യാരക്ടറിൻ്റെ ഒരു അവസ്ഥയിലേക്ക്. അതെ അതെ. എനിക്ക് ഏറ്റവും കൂടുതൽ അതിനകത്ത് തോന്നിയത് ആ ലാസ്റ്റിലെ ആ കുശുപ്പൻ്റെ. അതെ, അത് പറയുമ്പോൾ കൊണ്ടുപോകാൻ ആരും വരില്ലല്ലോ, കണ്ണ് നിറയുന്നുണ്ടല്ലോ. അത് ഒരു സിനിമയ്ക്ക് ഇത്രയും സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത്തരം സിനിമകളുടെ തുടർച്ചയായിട്ടുള്ള സീരിയൽ വരട്ടെ. അതെ അതെ. അല്ല, അത് നല്ലൊരു ടീമാണ് മൊത്തം. രഞ്ജിത്തേട്ടൻ, ചിപ്പി ചേച്ചി, എച്ചിക്കാൻ, സന്തോഷിച്ചിക്കാനും, ഈ പല സംവിധായകൻ, അദ്ദേഹം തമിഴ് ഫിലിം ചെയ്ത് കഴിഞ്ഞു. നല്ലൊരു ടീമാണ്, നല്ല വർക്കാണ്. സുകുമാരി ചേച്ചിയാണ് ഒരു വലിയ വേഷം ചെയ്യുന്നത്. അത് നമുക്കൊരു ഭാഗ്യം. നമുക്ക് ആ ചേച്ചിയോട് അഭിനയിക്കാൻ കഴിയുന്നതാണ് ഇപ്പോഴത്തെ ഓരോ ആർട്ടിസ്റ്റുകളും കണ്ട് പഠിക്കേണ്ട കാര്യമാണ്. ആകാശദൂത് പോലുള്ളൊരു നല്ല സിനിമയുടെ പിന്തുടർച്ചയായിട്ട് സീരിയൽ വരട്ടെ. അത് ഇങ്ങനെ സാധാരണ വീട്ടിനകത്തോട്ട് അതിൻ്റെ ബാക്കി കഥകൾ അറിയാനുള്ളൊരു ഇട വരട്ടെ എന്ന് നമുക്ക് നല്ല കഥകൾ വരട്ടെ എന്ന്. പ്രത്യേകിച്ചൊരു സുഖമാണ് നല്ല കഥകളിൽ അഭിനയിക്കാൻ. ഭയങ്കര എനിക്കങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കുറച്ച് കുറവാണെങ്കിലും ഞാനൊരു സമദൂരം എന്നൊരു സീരിയൽ, എനിക്ക് അതിനകത്ത് 2007 അവാർഡ് കിട്ടിയതാണ്. സമദൂരം ജോയ് സാറാണ്. ജോയ് സാറിൻ്റെ കഥ സാറ് ഡയറക്റ്റ് ചെയ്തു. ശ്രീമു സുണ്ടിത്തൻ സാറുണ്ട് പ്രൊഡ്യൂസർ. വളരെ മനോഹരമായൊരു സബ്ജക്റ്റായിരുന്നു. നല്ലൊരു മെയിൻ വേഷം ചെയ്തത് ദിനേശ് എന്ന് പറഞ്ഞിട്ട്. ആ വർഷത്തെ അവാർഡ് എനിക്ക് കിട്ടി. ഇപ്പം TS അയച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത മറ്റൊരു പടം, അതിൽ ഏറ്റവും നല്ല വില്ലൻ്റെ അവാർഡും കിട്ടി. അല്ല, അതൊരു ഭയങ്കര ഭാഗ്യമല്ലേ? കാരണം നല്ല നടനുള്ള അവാർഡും ഒപ്പം മറ്റൊരു സീരിയലിൽ വില്ലൻ്റെ അവാർഡും കിട്ടുക. വിവേഴ്സ് വേൾഡിൻ്റെ അവാർഡ് കിട്ടി സൂര്യയുടെ. രണ്ട് എക്സ്ട്രീം ക്യാരക്ടറിന് കിട്ടുമ്പോഴാണ് നമുക്ക് ആ കിട്ടുന്ന വലിയൊരു അംഗീകാരമായിട്ട് നമുക്ക് എടുക്കണം. തീർച്ചയായിട്ടും അല്ലേ? ജനങ്ങളെ തന്ന ഈ അംഗീകാരം വിവേഴ്സിൻ്റെ തന്നെ കിട്ടിയല്ലോ. ജനങ്ങൾ നേരിട്ട് തന്ന വലിയൊരു അംഗീകാരമാണ്. അപ്പോൾ അത്തരം ആഴമേറിയ കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടുമ്പോഴേ അല്ലേ നമുക്ക് സന്തോഷം തൃപ്തി വരത്തുള്ളൂ. അല്ല നമ്മൾ വെറുതെ വന്നിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടി കാണിച്ചിട്ട്. ചില സീരിയലുകളിൽ നമ്മൾ നിറഞ്ഞു നിൽക്കും, പക്ഷേ അതിലുണ്ടോയെന്ന് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ കാമ്പായ വേഷം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില സീരിയലിൽ ഒരു ഷോട്ടായിരിക്കും, പക്ഷെ അത് കഥയുമായിട്ട് അത്രത്തോളം ബന്ധപ്പെട്ട ഒരു സംഭവമായിരിക്കും. തീർച്ചയായിട്ടും. അങ്ങനെ ചെറിയ ഒരു റോള് കിട്ടി, അത് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഇത് പറയാറുണ്ട്? മിർലാൻ്റെ ഭാഗവതം ഞാൻ ആദ്യം ഡബിൾ റോൾ ചെയ്തതാണ്. ഡബിൾ റോൾ അത് ഒരു ഗുരുവിനെ സ്നേഹിക്കുന്ന ഒരു ശിഷ്യൻ്റെ വേഷമാണ്. ആ ശിഷ്യനെ പൂട്ടിയിടുമ്പം കൃഷ്ണൻ ഈ രൂപത്തിൽ വന്ന് ആ ഗുരുവിനെ സഹായിക്കുന്നതൊക്കെയാണ്. അത് നല്ല വേഷം, വളരെ നെഗറ്റീവൊന്നും വന്നില്ല. വളരെ സെൻറ്റിയൊക്കെ ആയിട്ട് പോകുന്ന നല്ലൊരു സാധനമായിരുന്നു. നല്ലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പം മറ്റൊരു പടം ഏറ്റവും ഇഷ്ടപ്പെട്ട രാജൻ പുത്തൂരൻ എന്ന് പറഞ്ഞു. അത് ശരിക്കും എനിക്ക് വരാൻ കാരണം പ്രവീൺ ഇറവങ്കരയാണ്, റൈറ്റർ പ്രവീൺ ഇറവങ്കരയാണ്. അത് മനോഹരമായി കുറേ പോയി.
പിന്നെ കളിപ്പാട്ടങ്ങൾ. അത് എനിക്കും നമ്മുടെയൊക്കെ ഒരു ജീവിതം പോലെ തന്നെയാണത്. കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി രക്ഷപ്പെട്ടു വരുന്ന സംഭവം. നല്ല വേഷമാണ് അത്, നല്ല വേഷമായിരുന്നു. അത് അമൃതയിലായിരുന്നു, കണ്ണൻ താമരക്കുളം. അത്തരം കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നു. അതെ, ചെയ്യാനുമുണ്ട്. അതെ 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 അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇഷ്ടപ്പെട്ടൊരു സ്വപ്നമായ ഒരു ക്യാരക്ടർ എന്താണ്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ സ്വപ്ന ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. നമുക്ക് അത്യാവശ്യം നമ്മളെ ആൾക്കാർ ഓർക്കണം, നമ്മൾ ഓർക്കുന്ന രീതിയിലുള്ള വേഷം ചെയ്യണം. അല്ലാതെ വെറുതെ വന്ന് ഒരു നിർമ്മാതാവിനെ ബുദ്ധിമുട്ടിച്ച് അവരെ പൈസയും മേടിച്ചുകൊണ്ട് പോകും, എനിക്ക് താല്പര്യമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിവതും വർക്കുകൾ ചെയ്യാറുമില്ല. ചില അടുത്ത ആൾക്കാർ വിളിക്കും, വർക്ക് ചെയ്യാൻ പോകും. പിന്നെ ചില വർക്ക് കമ്മിറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ചോദിച്ചിട്ട് തന്നെയാണ് ഇതിങ്ങനെയാണല്ലോ. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചാൽ നമ്മുടെ അടുത്ത് ആദ്യം ഇവർ സീരിയലിൻ്റെ കാര്യം ഞാൻ പറയുവാണ്. സിനിമയെക്കുറിച്ച് എനിക്ക് അധികം പറയാനായിട്ട് എനിക്ക് അറിയില്ല, കാരണം ഞാൻ ഒരുപാട് സിനിമ ചെയ്തിട്ടില്ല. സീരിയലിൻ്റെ കാര്യം വെച്ചാൽ നമ്മളൊരു നല്ല വേഷമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെന്ന് അഭിനയിക്കുന്നത്. അപ്പം നമ്മുടെ ചില ഈ വ്യക്തിത്വമില്ലാത്ത കുറച്ച് ആൾക്കാർ ഈ ഫീൽഡിലുണ്ട്. പാര എന്ന് പറയുന്നത്, അതിന് പാര എന്ന് എനിക്കത് പറയാം. അത് ഒരു വ്യക്തിത്വമില്ലാത്ത കുറച്ച് ആൾക്കാർ ഈ ഫീൽഡിൽ ആരും പണിയില്ല. രാവിലെ ആകുമ്പോഴത്തെ അവർക്ക് അവരുടെ പ്രശ്നങ്ങളെല്ലാം മറച്ചു വെച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക. ഇവർ വിളിച്ചു പറയുമ്പോഴത്തേക്ക് അത് കേട്ട് അത് വിശ്വസിച്ച് നമ്മളെ ഒഴിവാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഈ ഫീൽഡിൽ നിന്ന് മാറും ആദ്യം, എന്നാലേ നല്ല വർക്ക് ഉണ്ടാകത്തുള്ളൂ. പലരും നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോവുകയും പെട്ടെന്ന് കഥയെല്ലാം വെട്ടിമുറിഞ്ഞ് വേറെ പല വഴിക്ക് പല രീതിയിൽ പോകുന്നതാണ്. ചില ആർട്ടിസ്റ്റുകളെ മാത്രം ശ്രദ്ധിച്ചു പോകുന്നതാണ്. അതങ്ങനെ പോകുന്ന പല വർക്കുകളുടെ അവസ്ഥ നമ്മൾ കണ്ടിട്ടുമുണ്ട്. അനിയത്തിയുണ്ട്, അവിടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് സൈക്കോളജിസ്റ്റാണ്. പിന്നെ ചേട്ടനുണ്ട്, ചേട്ടനൊരു എറണാകുളത്തൊരു സ്റ്റുഡിയോ ഉണ്ട്. സ്റ്റുഡിയോ വെച്ചാൽ ഒരു ആനിമേഷൻ സ്കൂളാണ്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് അതിപ്പോൾ ഒരു സ്റ്റുഡിയോയും ഡബിങ് മറ്റു കാര്യങ്ങളൊക്കെ ആയി പനമ്പള്ളി നഗറിൽ. അതിൻ്റെ പേരെനിക്കറിയില്ല. ചേട്ടനും വൈഫും കൂടിയാണ് ചെയ്യുന്നത്. കൊല്ലത്താണ് വീട്, എൻ്റെ ഇവിടെ കൊല്ലത്താണ്. കുടുംബ വീടിൽ നിന്ന് മാറി ഞങ്ങൾ. കുടുംബ വീട് അവിടെ ഒരു 3 മരണമൊക്കെ ഉണ്ടായി. അപ്പോഴത്തേക്ക് പിന്നെ മൊത്തത്തിൽ അങ്ങ് ആ വീട് കൊടുത്ത് മാറേണ്ടി വന്നു. അത്യാവശ്യം നല്ല സീരിയലുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, പോകുന്നു. അത്യാവശ്യം നല്ല സീരിയലിൽ നിന്ന് കുറച്ച് വർക്കുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന ഒരു നടൻ തീർച്ചയായിട്ടും അവൻ്റെ വ്യക്തിത്വം മാറ്റിവെച്ച് മറ്റൊരു വ്യക്തിയായിട്ട് അഭിനയിക്കുകയാണ്. അത് ജീവിതത്തിലല്ല, അഭിനയം മാത്രമാണ്. പക്ഷേ അവനൊരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിൽ അവൻ്റെ സ്വന്തം വ്യക്തിത്വം തൻ്റെ ഇടത്തോടുകൂടി തുറന്നു പറയാൻ കഴിയുന്ന ഒരു അക്ഷയ മനുഷ്യനാണെന്നും അങ്ങനെ ഒരു മനുഷ്യൻ അഭിനയവും ജീവിതവും രണ്ടാണ് എന്ന് തരംതിരിച്ചറിയുന്ന ഒരു നല്ല നടനായ നമുക്കിപ്പോൾ പരിചയപ്പെടാൻ കഴിഞ്ഞു. ആ നടന് തൻ്റെ ഇടമുള്ള നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ജോബി ചേട്ടനുമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചു. പ്രേക്ഷകരോട് കുറേ മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിച്ചു. എന്നെ സ്നേഹിക്കുന്ന എല്ലാ മലയാളി അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകർക്കും